ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞാനിപ്പോൾ പോകുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ഒരു ഓർമ്മ പുതുക്കാനാണ്. 2025 സ്റ്റേറ്റ് കലോത്സവം ട്രിവാൻഡ്രത്താണ്. എന്നാൽ പിന്നെ ട്രിവാൻഡ്രത്തുള്ളപ്പോൾ കലോത്സവം കാണാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ബട്ട് എല്ലാ ഐറ്റംസും കാണാൻ വന്നില്ല കേട്ടോ. ഓരോന്നും പല പല സ്റ്റേജിലായിട്ടാണ് നടക്കുന്നത്. ബട്ട് എനിക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റം ഉണ്ട്, കഥാപ്രസംഗം. ഞങ്ങൾ തമ്മിൽ വളരെ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ബന്ധമാണ്. വർക്കിംഗ് ഡേ ആയിട്ടും ഇടയ്ക്ക് കുറച്ച് ടൈം കണ്ടെത്തി ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു. ഇനി എങ്ങനെയാണ് ഞാനും കഥാപ്രസംഗം തമ്മിലുള്ള റിലേഷൻ കേൾക്കണ്ടേ? അതിന് നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോവാം. സ്റ്റോറി പറഞ്ഞു വരുമ്പോൾ വീഡിയോ എക്സ്റ്റെൻഡ് ആകും കേട്ടോ. എന്നാൽ പിന്നെ ഞാൻ കുറച്ച് ചുരുക്കി പറയാം. എക്സ്റ്റെൻഡ് ആകുവാണെങ്കിൽ അത് നെക്സ്റ്റ് പാർട്ടായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം. ബിക്കോസ് ഈ സ്റ്റോറി എനിക്ക് എന്നും കുറേ നല്ല മൊമെൻറ്റ്സ് ആണ്. അപ്പോൾ വെൽക്കം ടു ദ ഫ്ലാഷ് ബാക്ക്. 2009 സ്കൂൾ കലോത്സവം നടക്കുന്ന ടൈം. നോട്ടീസ് ബോർഡിലുള്ള എല്ലാ ഐറ്റംസിലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നത് ഒരു രസമായിരുന്നു. മ്യൂസിക് ഐറ്റംസ് ലൈക്ക് സാൻസ്ക്രിറ്റ് സോങ്സ്, റെസിറ്റേഷൻ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാം നമ്മളൊരു കൈ നോക്കും. മാപ്പിളപ്പാട്ട്, മോണോ ആക്ട്, തിരുവാതിര അങ്ങനെ പോകുന്നു ഐറ്റംസ്. അങ്ങനെ നോക്കി വന്നപ്പോഴാണ് ഇതുവരെയും കാണാത്ത ഒരു ഐറ്റം കണ്ണിൽപ്പെട്ടത്, കഥാപ്രസംഗം. എന്നാൽ പിന്നെ ഇതൊരു കൈ നോക്കിയേക്കാം. കഥാപ്രസംഗത്തിൻ്റെ ABCD അറിയില്ല, എന്നാലും നമ്മൾക്ക് ട്രൈ ചെയ്യാമെന്നേ ആ ഒരു വിശ്വാസത്തിൽ അങ്ങ് പേര് കൊടുത്തു. ബട്ട് കഥാപ്രസംഗത്തിന് പേര് കൊടുക്കുമ്പോഴും എൻ്റെ മനസ്സിൽ കൈരളി TV ആ ടൈമിലുണ്ടായിരുന്ന കഥ പറയുമ്പോൾ എന്ന റിയാലിറ്റി ഷോ ആയിരുന്നു കേട്ടോ. അതിലെ ഏതെങ്കിലും കഥ എടുത്ത് പഠിക്കാം. അങ്ങനെ തലേന്ന് പോയി ഒരു സ്റ്റോറി റെക്കോർഡ് ചെയ്തു. വിക്രമാദിത്യൻ്റെ സ്വർണ്ണകേശിനി എന്ന കഥയായിരുന്നു. പിറ്റേന്ന് ഓർക്കസ്ട്രയും ഞാൻ തന്നെ അങ്ങ് സെറ്റ് ചെയ്തു. ഹാർമോണിയം വായിക്കുന്നത് ജസ്ന, തബല കാവ്യ, വയലിൻ രേഷ്മ ആൻഡ് സിംബൽ വർഷ. ഈ പറയുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും സ്കൂളിൽ നമ്മുടെ ഉണ്ടായിരുന്നില്ല. വയലിനും കീബോർഡും മാത്രം ഉണ്ടായിരുന്നു. എന്നാലും നമ്മളുണ്ടോ വിട്ടുകൊടുക്കുന്നു. അങ്ങനെ ഇതൊക്കെ വെച്ച് അങ്ങ് കഥ പറഞ്ഞു. ആൻഡ് ഫൈനലി നമുക്ക് തന്നെ ഫസ്റ്റ് പ്രൈസ്. ഇറ്റ് വാസ് എ ടേണിംഗ് പോയിൻറ്റ് ഇൻ മൈ ലൈഫ്. ടീച്ചേഴ്സും സ്റ്റുഡൻസും എല്ലാവരുടെ അടുത്തുനിന്നും കുറേ കമൻറ്റ്സ് കിട്ടി. അവിടെ നിന്ന് പിന്നെ ഒരു ലോങ് ജേർണി ആയിരുന്നു. സ്കൂൾ കലോത്സവം കഴിഞ്ഞ് സബ് ജില്ല, ദെൻ ജില്ലാ കലോത്സവം. അവിടെ നിന്നും ഫസ്റ്റ് കിട്ടി നമ്മളതേ സ്റ്റേറ്റിലെത്തിയിരിക്കുന്നു. ആ വർഷം കാലിക്കറ്റായിരുന്നു കേട്ടോ സ്റ്റേറ്റ് കലോത്സവം. പിന്നെ നമ്മളുടെ ഫോട്ടോ ന്യൂസ് പേപ്പറിലൊക്കെ വന്നു. ആൻഡ് ഫൈനലി എല്ലാവരും പറയാൻ തുടങ്ങി, കഥാപ്രസംഗം നടത്തുന്ന അശ്വതിനാഥ്. എന്താ അല്ലേ, നമ്മുടെ ലൈഫിലെ ചെറിയ ഒരു ഡിസിഷൻ എത്ര വലിയ ചേഞ്ചസ് ആയിരിക്കും കൊണ്ടുവരിക. അപ്പോൾ ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.